പ്രസിഡന്റ് പ്രസിഡന്റ് എന്താ ഖദീജ? ഒന്നും പറയണ്ട എന്റെ പ്രസിഡന്റ്. ആ പാത്തുകാരൻ ഒരു സ്വൈരവും. ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. നിങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഓളിന്റെ പേര അടിച്ചു തകർക്കും. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളായിട്ട് ഈ പഞ്ചായത്തിന്റെ ക്രമസമാധാനം തകർക്കരുത്. ക്ഷമയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ പോയാലേ എന്റെ ക്ഷമ നശിക്കും. ഒറ്റ ചവിട്ടിന് ഓളെ ഞാൻ മര്യാദ പഠിപ്പിക്കും. ഇനിയും ചവിട്ട് കൊള്ളാനാണ് എനിക്ക് വയ്യ. ആണക്ക് ചവിട്ട് എടോ എടോ എടോ. പ്രേമിക്കണവർക്ക് ചവിട്ട് എന്നല്ല, അടി ഇടി കുത്ത് കൊല ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഈ ചരിത്രം പഠിച്ചില്ല, ഹിസ്റ്ററി പഠിച്ചിക്കണ. എനിക്ക് റസിയോട് ലവ് പ്രയാണെന്ന് മാത്രം അറിയാം. അതറിയാലോ. ഓക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറല്ലേ? മരിക്കാൻ വരെ. എന്നാ ഞാൻ അനക്ക് ഒരു ഉറുക്ക എഴുതി തരാം. എന്തേ? എന്തിന്? ഒരു ധൈര്യത്തിന്. ധൈര്യം ഉണ്ടായാലോ? ഇവനെന്തൊരു എന്താണ് മൊയ്ന്ത് ഇങ്ങടെ വാപ്പ. ഉറുക്കിൽ ലേശം പൈസേന്റെ ചെലവൊക്കെ വരും. അതെ, മംഗലാപുരത്തിന് കൊണ്ടുവന്ന മുഴുവൻ പൈസ നിങ്ങൾക്ക് തന്നില്ലേ? ഇനി എവിടുന്ന് എന്റെ അടുത്ത് പൈസ? പൈസ ഇല്ലേ ഉറുക്കില്ല, ഉറുക്കില്ലേ ധൈര്യമില്ല, ധൈര്യമില്ലേ റസിയും ഇല്ല. അതെ, എന്റെ ഉമ്മ കറണ്ട് ഓഫീസിൽ അടയ്ക്കാനായിട്ട് 92 റുപ്യ തന്നിട്ടുണ്ട്. ആഴ്ച അരി 49, ചിമ്മിണി 26, ചായപ്പീടിയല് കൊടുക്കാൻ. അത് നിങ്ങൾ എന്ത് കണക്കാണ് ഈ കൂട്ടണത്? ഞാൻ എന്റെ പേടിന്റെ ശതമാന കണക്കൊന്ന് കൂട്ടി നോക്കിയതല്ലേ. അതിനനുസരിച്ച് വേണല്ലോ ഉറുക്ക്. എന്തേ? പ്രതിഫലം പ്രതിഫലം, ചൂടാറാതെ പ്രതിഫലം. പൈസ കൊണ്ടടങ്ങട്ട്. കരണ്ട് പൈസ, കരണ്ട് പൈസ. അനക്ക് ചൂടോടെ പ്രതിഫലം കിട്ടും. അതെ, കറണ്ട് ഓഫീസിൽ പൈസ അടച്ചില്ലെങ്കിൽ കറണ്ടിന്റെ ഫീസ് വരും. എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ എന്റെ ലവിന്റെ ഫീസ് വരും. അത് ശരിയാവൂല. കറണ്ടിന്റെ ഫീസ് വരിയാലും ശരി, എനിക്ക് റസിയാനെ കിട്ടിയാൽ മതി. കിട്ടടാ, കിട്ടാനുള്ളത് അനക്ക് എന്നെ കിട്ടും. അപ്പഴേക്കും വിളിച്ചേക്കണ്. എന്താ ഉറുക്കും കയ്യെ പിടിച്ച് ബ്രിഡ്ജിൽ വെച്ച് അയിലേന്റെ ചേൽക്ക് ഇങ്ങനെ ബർങ്ങലിച്ചിക്കണേ. നിങ്ങൾ പോകുന്നു. എടാ, ഉറുക്കായിട്ട് വെറുതെ പോയാ പോരാ. ഉറുക്ക് കയ്യുമ്പോ കെട്ടിയിട്ട് നേരെ അത്തർ പോക്കറിന്റെ അടുത്ത് പോണം. എന്നിട്ട് വേണം മൂന്നാറ് കയറി JCB പോലെ അയാൾ എന്നെ ഇടിച്ചു നിരത്താൻ. എടാ, ധൈര്യത്തിലേക്ക് അവിടെ പോയി പറയണം. എടാ അത്തർ പോക്കറേ, എനിക്ക് നിങ്ങളെ മോളെ കെട്ടിച്ചേരണം. അതെ, ഒരു കാര്യം ചെയ്യും, ആരോഗ്യമുള്ള വേറെ ആരോടും പറയാത്. ഇപ്പൊ അത് അത്ര അയാൾ എനിക്ക് 3 കിലോമീറ്റർ ചുറ്റിനുള്ളിൽ ഊരുവലക്കേക്കനാണ്. ഇനി ഭാഗത്ത് കണ്ടുപോരെന്നാണ് പറഞ്ഞേക്കണത്. എടാ, റസിയനെ കെട്ടണമെങ്കിൽ യോന്റെ നിയമം ലംഘിക്കണം. എടാ, എനിക്ക് എങ്ങനെ സ്വതന്ത്രം അറിഞ്ഞൂടാ. എടാ മൊയ്ന്തു അല്ല, മൊയ്തു തന്നെ. അത് തന്നെ. എടാ, നിയമം ലംഘിക്കണം, മനസ്സിലായോ? ഇപ്പൊ ഞാൻ അത്ര പോക്കറ് സങ്കൽപ്പിക്ക്. എന്താടാ നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എടാ, ചിലപ്പോ അങ്ങനെ ചോദിക്കും. വിറക്കരുത്, കയ്യുയർത്തും, തളരരുത്. അടിക്കടി, ചോരക്ക് ചോര. അടിച്ചോ ഇടിച്ചോ ഈ പണി ചോദിക്കണം. ഇപ്പോഴാണ് എനിക്ക് ധൈര്യം. ഒന്നും കൂടെ നോക്കിയാലാ? എന്താടാ? എടാ പട്ടി, എനിക്ക് നിന്റെ മോളെ വേണം. എന്നാലും അങ്ങാടിന്ന് വാങ്ങണ ഉറുക്കിന് ഇത്രക്ക് സക്തിയോ? ആ ഒരു ചവിട്ട് അത് മതിയോന്റെ പരിപ്പളകാൻ. ആ ഒരൊറ്റ കുത്ത് അതോന്റെ മർമ്മത്താ കൊണ്ടുണ്ടാവുക. ആ ഒരു ഇടിയില്ലേ ഓന്റെ കിളിപ്പിത്തിരി ഇളകിണ്ടാവുന്ന എനിക്ക് തോന്നണേ. എല്ലാ സമാധാനം ഇവിടെ തകരുകയാണ്. ഈ പഞ്ചായത്ത്
ഒരു ക്രമസമാധാനം തകർന്ന മേഖലയും ഞാൻ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും സ്വാമിയെ ശരണമയ്യപ്പ. എന്താ പ്രസിഡന്റ്, വീട്ടിൽ കള്ളം കേറിയ ആരെങ്കിലും സമാധാനം തകർന്നു എന്ന് പറഞ്ഞ് നോക്കിക്കോ. ഛേ, ഓരവിടെ കക്കാൻ കയറിയാന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശരിയാ, മൊയ്തൂന് കക്കണ സ്വഭാവമൊന്നുമില്ല. പിന്നെ രാത്രി വാത്രപൂസം കയറിയതാ. ഏതായാലും മൊയ്തീന് ഇതിനൊക്കെ അല്ല ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ആലോചിച്ചത്. ഏതോ ശക്തമായ കരങ്ങൾ അവന്റെ പുറകിലുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ഓന്റെ കൂടെ ആരുണ്ടാകാനാ വാപ്പുക? ആരാന്നോണ്ട് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, എന്നാലും ആരോ ഉണ്ട്. വെറുതെ മധുരമില്ലാത്ത അവലുമിൽ കുടിച്ച വർത്താനം പറയില്ലേ നായരെ. സ്വാമി ശരണം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ദുർബലനായ മൊയ്തുവിനെ സഹായിക്കാൻ ഏതോ ശക്തമായ കരങ്ങളുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കയ്യപൊടി നിങ്ങളെ ഒരു സ്വാമി ശരണം. അവന് ആ പെണ്ണിനെ ലക്ഷ്യം വെച്ച് അവിടെ കയറിയത്. അവര് 2 കുടുംബക്കാരും ബദ്ധശത്രുക്കളും. അല്ല, നമ്മുടെ പോക്കരവിടക്ക് ഈ വാളും പടയാട്ട്. ഇന്നത്തോടെ എല്ലാ കണക്കും ഞാൻ തീർക്കും. ഈ അത്ര പോക്കറാ പറയണേ. അല്ല, പോക്കരൊക്കെ എടുക്ക വാളും പടിയിട്ട് അറിഞ്ഞില്ലേ, പോക്കർക്കാനും മോള് റസിയ കത്തെഴുതി വെച്ചിട്ട് മൊയ്തൂന്റെ കൂടെ ചാടിപ്പോയിരിക്ക. എന്തിനാ കുട്ടി ചാടിപ്പോയത്? നടന്നു പോയായിരുന്നോ? അമ്മായി കാക്ക എവിടെ ഇവിടെ ഉണ്ട് നമ്മള്. ആരും എന്റെ ഒപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്ന് പാത്തുവിന്റെയും ഓളുടെ മോൻ മൊയ്തുന്റെയും കൊടലിൽ ഞാൻ എടുക്കും. എടി പാത്തു, പടച്ചി പാത്തു, ഇറങ്ങടി. വീടടച്ച് അകത്തിരിക്കല്ല വേണ്ടത്. എടാ മൊയ്തുവേ, എന്റെ മോളെ ഇറക്കി വിടണ ഹമുക്കെ. അന്നേം അന്റെ ഉമ്മാനെയും ഞാൻ ബിസ്മി ചൊല്ലി ഇറക്കും. തറവാട്ട പറഞ്ഞവനാണെങ്കി ഇറങ്ങി വരഹലാത്തേ. അതിനെ ഓന തറവാട്ടിലല്ല പറ്റത്, ആശുപത്രിയിലാ. നോക്കുക ദീസു, നീ ഇതിൽ ഇടപെടണ്ട. നിന്നെ തൊഴടക്കിക്കോ. വെറുതെ ബലം പിടിക്കുന്ന പോക്കറെ മലം പോവും. ഈ പോരിന് വിളിക്കുന്ന തള്ളയും മോനും അവിടെ ഇല്ല. ഈ തെരഞ്ഞു വന്ന അന്റെ മോളെയാണെങ്കി ഇത് അങ്ങോട്ട് വായിച്ചു നോക്കി, ഇത് അനക്കുള്ളതാ. പ്രസിഡന്റ്, എടാ പോക്കരെ, ഹംക്കെ പോക്കരെ, കുറെ കാലായി നീ എന്നെ എന്റെ കുടുംബത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാം ഞാൻ ക്ഷമിച്ചു. കള്ളനാണെന്ന് പറഞ്ഞ് എന്റെ മകൻ മൊയ്തീനെ നീ തല്ലിച്ചതച്ചു. അത് ഞാൻ ക്ഷമിക്കില്ല. എന്റെ മകന് നിന്റെ മകളോട് സ്നേഹമാണോ? അത് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലതയുള്ള ഒരു ഉമ്മയാണ് ഞാൻ. അല്ലാതെ തന്നെ പോലെ ഒരു പഴഞ്ചൻ തുരുമ്പിച്ച ഇരുമ്പുകത്തിയല്ല. തടിയും മണ്ണും മാത്രം ഉണ്ടായാൽ പോരാ, അതിനകത്ത് ഒരു വിശാലമായ മനസ്സും വേണം. നിനക്കില്ലാതെ പോയത് അതാണ്. കാലങ്ങളായി നമ്മുടെ കുടുംബക്കാർ തമ്മിലുള്ള ശത്രുത എന്തിനെന്നറിയാതെ നമ്മളും ഏറ്റെടുക്കുകയായിരുന്നു. ഇനി മുതൽ നിർത്താം, നമുക്ക് ബന്ധുക്കളാകാം. മകളെ നിക്കാഹിന് കൈപിടിച്ചു കൊടുക്കേണ്ട ബാപ്പയാണ് നീ. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പ്രാന്ത് പിടിച്ച വാപ്പാന്റെ മോളാണെങ്കിലും നിക്കാഹ് നടക്കണമല്ലോ. ആ നിലയ്ക്ക് തന്നെ ഞാനത് നടത്തും. നിന്റെ മകളെ മരുമകളായിട്ടല്ല, ഒരു മോളെപ്പോലെ തന്നെ ഞാൻ നോക്കാം. അത്തറിന്റെ മണം പുറത്തു മാത്രം പോരാ, അത്തറ പോകരെ മനസ്സിലും വേണം. ഇത്ര മാത്രം. പടച്ചിപ്പറമ്പിൽ പാത്തു, ഒപ്പ്. ഓക്കെ എന്നാ. എങ്ങോട്ടാ മേക്കാ? നമ്മളെ നസീറിന്റെ ബാപ്പ മയ്യ തയ്ക്കണം, അതൊന്ന് വിളിച്ചറിഞ്ഞു. ശരി. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്.
എന്ത് പരിധിക്ക് പുറത്തായാലും വേണ്ടില്ല ഔത്തായാലും വേണ്ടില്ല നമ്മളെ നസീറിന്റെ വാപ്പ മയ്യത്തായിക്കണം. മയ്യത്ത് ജനാസ വൈകുന്നേരം 3 മണിക്കാണ്. അതൊന്ന് പറഞ്ഞാളുണ്ട്. മരിച്ചത് വിളിച്ചറിയാൻ പൈസയും വേണ്ടേ? ഞാനാണ് മാഷാണ്, മാഷ് ബോഷാണ്. നമ്മളെ രാവകൻ. ഞാനും മാഷാണ്, മാഷാണ്, മാഷ് ഘോഷാണ്. എന്താണ്ട രാഘവ ഇന്ന് നല്ല ഹാപ്പിയിലാണല്ലോ. രാഘവനൊന്ന് 2000 രൂപ ദിവസമാണ് അമ്മായിക്കാക്ക, അതും റെഡി മണിയായിട്ട്. അതുകൊണ്ട് ഞാൻ കുടിക്കും, ആടും, പാടും, പാടി കളിക്കും. രാഘവൻ അമ്മായിക്കാക്കന്റെ മാഷ, കണ്ണാളി രാഘവൻ മാഷ്. എന്റെ മാത്രം ഉസ്താദല്ല, ഈ ദുനിയാവിന്റെ മുഴുവൻ ഉസ്താദാണ്. ആട്ടെ അനക്ക് എവിടുന്ന് കിട്ടി രാവക ഈ 2000? ഒരു ഓട്ടർഷ മുട്ടേക്ക നാട്ടുകാരെ കൂടി പഞ്ചായത്താക്കി 2000 രൂപ കിട്ടി. ഹോ, ഒരു കാറാമുട്ടിയിരുന്നെങ്കിൽ 20,000 റുപ്പ കിട്ടിയാനെ. ഒരു കഷ്ടകാലം നോക്കണേ. ഒരു ഓട്ടോ മുട്ടിയ 2000 ഉറുപ്പ്യ. ഇത് തരക്കടില്ലാത്ത ഒരു ഏർപ്പാടാണല്ലോ.